നിങ്ങൾക്കറിയുമോ, മരണവും വേർപാടുകളും എപ്പോഴും വേദനയും നഷ്ടവും സംഭവിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഘാതം ഏറെ കൂടുതലുമായിരിക്കും. ഇത്തരം നിരവധി അനുഭവങ്ങൾ കാണാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ വക്കീൽ പ്രൊഫഷനിലിരിക്കുന്ന എനിക്ക് ഉണ്ടാകാറുണ്ട്. കോവിഡ് കാലത്ത് നടന്ന ഒരു സംഭവം ഇവിടെ പങ്കുവയ്ക്കാം. പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുന്നതിനാൽ വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ദുബൈയിൽ 40 വർഷമായി ബിസിനസ് നടത്തി വന്നിരുന്ന ഒരു ഇന്ത്യൻ വ്യവസായി കോവിഡ് മൂലം നാട്ടിൽ വെച്ച് മരണപ്പെട്ടു. ബുർജ് ഖലീഫയിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. കുടുംബം നാട്ടിലായിരുന്നു. കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുന്ന സമയം സ്വന്തം മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോയതാണ്. എന്നാൽ അത് ജീവിതത്തിലെ അവസാന യാത്രയായിരുന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ദുബൈയിൽ വലിയൊരു ബിസിനസ് ഉണ്ടെന്നും ബുർജ് ഖലീഫയിലാണ് താമസിച്ചിരുന്നതെന്നും കുടുംബത്തിനറിയാം. 50,000-ലേറെ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വെയർ ഹൗസ് അടങ്ങുന്ന കമ്പനിയും നിറയെ വ്യവസായ ഉൽപ്പന്നങ്ങളും പുതിയ റോൾസ് റോയ്സ് കാർ ഉൾപ്പെടെ 8 കാറുകളും 2 വലിയ ട്രക്കുകളും കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റെന്തെല്ലാം അസറ്റ്സ് നിലവിലുണ്ടെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാം കമ്പനിയുടെ പേരിൽ. ലൈസൻസ് കാലഹരണപ്പെട്ടു. ബിസിനസ് പുനരാരംഭിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് അല്ലാതെ മറ്റൊന്നും അവകാശികളുടെ പേരിലേക്ക് മാറ്റാനും കഴിഞ്ഞില്ല. അതേസമയം ഒരു വിൽപത്രം എഴുതി വെച്ചിരുന്നെങ്കിൽ എന്തെല്ലാം സ്വത്തുവകകൾ സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനും അതെല്ലാം അവകാശികൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുവാനും കഴിയുമായിരുന്നു. നമ്മുടെ സൗകര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എഫക്റ്റീവായി വിനിയോഗിക്കുന്നതിലൂടെ അനാവശ്യമായതും അപ്രതീക്ഷിതവുമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും. അതിലൊന്നാണ് വിൽപത്രം രജിസ്ട്രേഷൻ. മറക്കണ്ട, ഞാൻ നിങ്ങളുടെ ഷർഫോക്കി.